അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ചൂടിന് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ടുള്ളൊരു സർബത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ആപ്പിൾ സർബത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഷുഗർ സിറപ്പാണ് തയ്യാറാക്കാനുള്ളത്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഞാൻ മധുരം കുറച്ച് മതി എന്നുള്ളതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏലക്കയുടെ ഫ്ലേവറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഐസ് ക്യൂബ്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 3 കപ്പ് പാല് ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആപ്പിൾ കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ലൂസായിട്ടാണ് ഈ ഡ്രിങ്ക് ഇരിക്കാനുള്ളത്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് പോരാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം വേണം കുടിക്കാനായിട്ട്. നല്ല തണുത്ത് കഴിയുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തതിന് ശേഷം സെർവ് ചെയ്യുക അതിലോട്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.